എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജിം റോണിന്റെ വളരെ ശക്തമായ ഒരു ആശയത്തെക്കുറിച്ചാണ്. സത്യം പറഞ്ഞാൽ വിജയത്തെയും ഭാഗ്യത്തെയും കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ തന്നെ ഇത് മാറ്റിമറിച്ചേക്കാം. അല്ലേ? നമ്മളെല്ലാവരും ഇത് ചിന്തിച്ചിട്ടുണ്ടാകും. ആരെങ്കിലും ഒരു വലിയ അവസരം നേടുന്നത് കാണുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞുപോകും, ഹോ, എന്തൊരു ഭാഗ്യമെന്ന്. പക്ഷേ ശരിക്കും അത് ഭാഗ്യമൊന്നു മാത്രമാണോ? അതോ അതിന് പിന്നിൽ വേറെന്തെങ്കിലും ഉണ്ടോ? ഈ ഒരു വാചകമാണ് ഇതിന്റെയെല്ലാം കാതല്. നമ്മൾ ഈ ഭാഗ്യമെന്ന് വിളിക്കുന്നതൊന്നും അങ്ങനെ ഒരു യാദൃച്ഛിക സംഭവം ഒന്നുമല്ല, മറിച്ച് മറ്റെന്തിന്റെയോ ഒരു ഫലമാണ് എന്നാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമുക്കാദ്യം തന്നെ ഈ ഭാഗ്യം എന്ന മിഥ്യാബോധത്തെ ഒന്ന് പൊളിച്ചടക്കാം. കാരണം വിജയത്തെക്കുറിച്ച് പുറമേക്ക് കാണുന്നതും അതിന്റെ യഥാർത്ഥ പിന്നാമ്പുറവും തമ്മിൽ ആകാശവും ഭൂമിയും പോലത്തെ വ്യത്യാസമുണ്ട്. ഇതിപ്പോ ഒരു മഞ്ഞുമല പോലെയാണല്ലേ? ആളുകൾ എപ്പോഴും വെള്ളത്തിന് മുകളിലുള്ള ആ വിജയത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ ആ വെള്ളത്തിനടിയിലെന്താണുള്ളത്? വർഷങ്ങളുടെ കഠിനാധ്വാനം, ഉറക്കമില്ലാത്ത രാത്രികൾ, അച്ചടക്കം, ഒറ്റയ്ക്കിരുന്നുള്ള പരിശീലനം, അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ ആരും കാണാതെ മറഞ്ഞുകിടപ്പുണ്ട്. ഇത് തയ്യാറെടുപ്പുള്ളവരുടെ ചിന്താഗതിയെ വളരെ മനോഹരമായിട്ട് കാണിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വിജയമെന്നു പറയുന്നത് ഒരു ലോട്ടറി അടിക്കുന്ന പോലെയല്ല, മറിച്ച് കൃത്യമായ അവസരം വരുമ്പോൾ അവർ തയ്യാറായിരുന്നതുകൊണ്ട് കിട്ടുന്ന ഒരു സ്വാഭാവികമായ പ്രതിഫലം മാത്രമാണ്. അപ്പോ ഇതാണ് നമ്മളെ ഈ വിഷയത്തിന്റെ കാതിലിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് മറഞ്ഞിരിക്കുന്ന പ്രയത്നം. ആരും കാണാത്ത, ആരും കൈയടിക്കാത്ത ആ വലിയ സ്റ്റേജിൽ കയറുന്നതിനും ഒരുപാട് മുമ്പ് നമ്മൾ ചെയ്യുന്ന ആ കഠിനാധ്വാനം. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഈ തയ്യാറെടുപ്പെന്ന് പറയുന്നത് നിശബ്ദമാണ്. അതിന് വലിയ ആരവങ്ങളൊന്നുമില്ല. മറ്റുള്ളവരൊക്കെ റിലാക്സ് ചെയ്യുമ്പോൾ പഠിക്കാനിരിക്കുന്ന ആ ഒരു തീരുമാനം, അല്ലെങ്കിൽ ഒഴിവു സമയം കിട്ടുമ്പോൾ വെറുതെ കളയാതെ എന്തെങ്കിലും പരിശീലിക്കുന്നത്, അതാണ് തയ്യാറെടുപ്പ്. ആ കഴിവുകൾക്കൊരാവശ്യം വരുന്നതിനും എത്രയോ മുൻപ് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ് കേട്ടോ. ആ ഒരു വലിയ നിമിഷം, അതായത് ആ പ്രമോഷൻ കിട്ടുന്നത് അല്ലെങ്കിൽ ആ വലിയ ഡീൽ ഒപ്പിടുന്നത്, അതൊരു തുടക്കമല്ല, മറിച്ച് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടാനും കഴിവുകൾ മെച്ചപ്പെടുത്താനും വേണ്ടി നിങ്ങൾ ചെയ്ത, ആരും ശ്രദ്ധിക്കാത്ത എണ്ണമറ്റ ചെറിയ ചെറിയ കാര്യങ്ങളുടെ ഒരു ക്ലൈമാക്സ് ആണത്. ശരി, അപ്പോ തയ്യാറെടുപ്പാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നതെങ്കിൽ അതെങ്ങനെ നമുക്ക് ജീവിതത്തിന്റെ ഭാഗമാക്കാം? അതിന്റെ ഉത്തരം വലിയ അത്ഭുത പ്രവർത്തികളിലല്ല, മറിച്ച് സ്ഥിരമായി ചെയ്യുന്ന ചെറിയ ചെറിയ ദൈനംദിന ശീലങ്ങളിലാണ്. ഈ ഒരൊറ്റ ആശയം മതി തയ്യാറെടുപ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നതിന്റെ യഥാർത്ഥ കഥ പറയുന്നത് നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ ഓരോ ദിവസത്തെയും ശീലങ്ങളാണ്. നോക്കൂ, ഈ 4 ശീലങ്ങളുണ്ടല്ലോ, ഇവയാണ് ശരിക്കുള്ള ബിൽഡിംഗ് ബ്ലോക്കുകൾ. ഇവയൊന്നും വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കില്ല, ഒരു കയ്യടിയും പ്രതീക്ഷിക്കുന്നില്ല. ആകപ്പാടെ വേണ്ടതെന്താണ്? സ്ഥിരത. എന്നും കുറേശ്ശെ കുറേശ്ശെ ചെയ്യുമ്പോൾ അറിയാതെ തന്നെ നമുക്കുള്ളിൽ ഒരു വലിയ എനർജി, ഒരു ശക്തി സംഭരിക്കപ്പെടുകയാണ്. ഈ ശീലങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ വളരെ രസകരമായൊരു മാറ്റം സംഭവിക്കും. നിങ്ങൾ ഈ ലോകത്തെ കാണുന്ന രീതി തന്നെ മാറും. അവസരങ്ങൾ കണ്ടെത്താൻ നിങ്ങൾക്കൊരു പ്രത്യേക കഴിവ്, ഒരു റഡാർ കിട്ടിയ പോലെ തോന്നും. മിക്കപ്പോഴും അവസരങ്ങൾ വരുന്നത് വളരെ നിശബ്ദമായിട്ടായിരിക്കും. ചിലപ്പോൾ മറ്റെന്തെങ്കിലും രൂപത്തിൽ വേഷം മാറിയായിരിക്കും. തയ്യാറെടുപ്പില്ലാത്തവർ അതിന്റെ മുന്നിലൂടെ ഒരു ശ്രദ്ധയുമില്ലാതെ അങ്ങ് നടന്നുപോകും. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമുണ്ട്. അവസരങ്ങൾ പലപ്പോഴും ഹായ്, ഞാനൊരു അവസരമാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല വരുന്നത്. മിക്കപ്പോഴും അത് ഒരു ജോലിയുടെ രൂപത്തിലായിരിക്കും വരിക. ആരും ഏറ്റെടുക്കാൻ മടിക്കുന്നൊരു ടാസ്ക്, അല്ലെങ്കിൽ പരിഹരിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു പ്രശ്നം. എന്നാൽ നിങ്ങൾ അറിയേണ്ടത്, ആ കഠിനാധ്വാനത്തിന്റെ പുറകിലായിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ കരിയറിലെ അടുത്ത വലിയൊരു ചാട്ടം ഒളിഞ്ഞിരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? തയ്യാറെടുപ്പ് നിങ്ങളെ കാഴ്ചയെയും ശ്രദ്ധയെയും കൂടുതൽ ഷാർപ്പാക്കും. മറ്റുള്ളവർ കാണാതെ പോകുന്ന കാര്യങ്ങൾ കാണാൻ അത് നിങ്ങളെ സഹായിക്കും. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഒരു സാധാരണ സംഭാഷണം പോലും നിങ്ങൾക്ക് മുന്നിലൊരു പുതിയ വാതിൽ തുറന്നു തന്നേക്കാം. ഇതെല്ലാം നമ്മളെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കുകയാണ്. അതായത് തയ്യാറെടുപ്പ് ഒരു ചെയ്യേണ്ട കാര്യം എന്നതിൽ നിന്നും മാറി നമ്മുടെ ഒരു സ്വഭാവമായി മാറുന്ന അവസ്ഥ. അതൊരു ജീവിതശൈലിയായി, നമ്മുടെ ഒരു രീതിയായി മാറും. ബാങ്കിൽ പൈസ ഇട്ടാൽ പലിശ കിട്ടുന്ന പോലെയാണ്. നിങ്ങളുടെ ഓരോ ദിവസത്തെയും ചെറിയ ചെറിയ ശ്രമങ്ങൾ ഒന്നിച്ചു ചേർന്ന് വലുതായിക്കൊണ്ടിരിക്കും. ഇന്ന് കുറച്ച് ചെയ്യുന്നത് വലിയ മാറ്റമായിട്ട് തോന്നില്ലായിരിക്കും, പക്ഷെ കാലക്രമേണ അതൊരു തടയാനാവാത്ത ശക്തിയായി മാറും.
ഇതുപോലെയാണ് ആ ചെറിയ നിക്ഷേപങ്ങൾ ഒന്നിച്ചു ചേർന്ന് വലുതാകുന്നത്. കുറച്ചു വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങളൊരു പുതിയ വ്യക്തിയായതുപോലെ ലോകം നിങ്ങളോട് പ്രതികരിച്ചു തുടങ്ങും. പക്ഷെ അതിന്റെ രഹസ്യം നിങ്ങൾക്കറിയാം. അത് സ്ഥിരമായ പരിശ്രമത്തിന്റെ ഫലം മാത്രമാണെന്ന്. ജീവിതം ശരിക്കും കാത്തിരിക്കുന്നത് ഈ ഒരു പൊരുത്തത്തിനാണ്. നിങ്ങളുടെ ലക്ഷ്യം എങ്ങോട്ടാണെന്ന് നിങ്ങൾക്കറിയാം. അവിടേക്കെത്താനുള്ള വേഗത നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ നൽകുന്നു. ആ ഒരു അവസ്ഥയിൽ അവസരങ്ങൾ നിങ്ങളെ തേടിവരും, നിങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയും. ഇതാണ് ഇതിലെ ഏറ്റവും വലിയ നേട്ടം. ഒരു വാതിൽ തുറന്നു കിട്ടുമ്പോൾ അങ്ങോട്ട് ഓടിപ്പാഞ്ഞു പോവുക എന്നതല്ല ലക്ഷ്യം. മറിച്ച് അവിടെ നിൽക്കാൻ നിങ്ങൾ യോഗ്യത നേടിക്കഴിഞ്ഞു എന്ന പൂർണ്ണ ആത്മവിശ്വാസത്തോടെ ആ വാതിലിലൂടെ നടന്നു കയറുക എന്നതാണ്. അപ്പോ ഇതെല്ലാം കേട്ടുകഴിയുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നിങ്ങളുടെ അടുത്ത വലിയ അവസരം ഒരുപക്ഷെ നാളെയായിരിക്കാം വരുന്നത്. അതിനു വേണ്ടി നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യുന്നു? കാരണം ആ നിമിഷം വന്നെത്തിക്കഴിഞ്ഞാൽ പിന്നെ തയ്യാറെടുക്കാൻ സമയം കിട്ടില്ല. അത് അഭിനയിച്ചു ഫലിപ്പിക്കാനും പറ്റില്ല. ചെയ്യാനുള്ളതൊക്കെ ഇപ്പോ തന്നെ ചെയ്യണം.